ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് പേപ്പറായ അതായത് മെയിൻ പേപ്പറായ കേരള ഹിസ്റ്ററി പാർട്ട് 1 ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരുപാട് നാളായി, വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല, കുറച്ച് നാൾ നാട്ടിലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ വൈകിയിട്ടുള്ളത്. ഏതായാലും ഇതിനി മുടങ്ങാതെ നിങ്ങൾക്ക് തേർഡ് സെമ്മുകാർ ഹിസ്റ്ററിക്കാർ കുറേ ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് നോട്ട് മാത്രം പോരാ, ക്ലാസ് കൂടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ക്ലാസ് ഞാൻ ഫുള്ള് തരും, അത് ഞാൻ ഏൽക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എല്ലാവരും നല്ല എളുപ്പമായിട്ട് പറഞ്ഞു. പക്ഷേ വേൾഡ് ഹിസ്റ്ററിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മാറിയപ്പോൾ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ മറന്നുപോയോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി. വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യന് ചോയ്സുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മീൻസ് ലൈൻ എണ്ണം, അതായത് വളരെ ചുരുക്കിയിട്ട് ക്വസ്റ്റ്യന് ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പഠിച്ച ഏരിയ തന്നെയാണ് എന്നുള്ളത്. അതുപോലെ ഇനി 2 എക്സാമുകളൂടി ഫസ്റ്റ് സെമ്മുകാർക്കുണ്ട്, ഇംഗ്ലീഷും സോഷ്യോളജിക്കാർക്കാണെങ്കിൽ പിന്നെ അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ലീഗൽ ലിറ്ററസി തുടങ്ങിയ പേപ്പറുകൾ ഏതെങ്കിലും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് 45 മാർക്കിന് 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. അപ്പോൾ സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആരും ഇരിക്കരുത്. ആ 2 മണിക്കൂർ കൊണ്ട് എഴുതി തീരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ്, മലയാളം നോട്ട്സ് പെയ്ഡാണ്. നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലോ അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിലോ ഒക്കെ ആയിട്ട് എൻ്റെ നമ്പർ ഉണ്ടാവും. നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ തേർഡ് സെമിസ്റ്ററിലെ മെയിൻ പേപ്പറാണ് ഇത് കേരള ഹിസ്റ്ററി പാർട്ട് 1. അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഒരു യൂണിറ്റ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. രണ്ടാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു അതിൽ ഇപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് ചാപ്റ്റർ പറയുന്നതിന് പകരം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലാസ് തരികയാണ്. കാരണം ഇനി ഫോർത്ത് സെമ്മുകാർക്ക് വരാനായി, അപ്പോൾ അവർക്ക് ക്ലാസ് കൊടുക്കാനുള്ള ടൈമും കൂടി എനിക്ക് കാണണം കേട്ടോ. വളരെ ചുരുക്കിയിട്ട് എന്നാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിക്കുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഈ കേരളത്തിൻ്റെ കൊളോണിയൽ ചരിത്രരചനയുടെ പോരായ്മകളാണ്. അപ്പോൾ നമുക്കെന്നെ പോയിൻ്റായിട്ട് തന്നെ പറയാം. ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് ഭൗതികവാദപരമായ സമീപനമാണ്. അതായത് ഭൗതികവാദപരമായ സമീപനം എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ചരിത്രകാരന്മാർ ചരിത്രത്തെ പൊതുവെ സാമ്പത്തിക ഭൗതിക വസ്തുക്കളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമീപിച്ചു. പകരം അവരെന്ത് ചെയ്തില്ല, കേരളത്തിലെ സമുദായപരവും സാംസ്കാരികവുമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ ജനവിശ്വാസങ്ങളും പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ അവഗണിച്ചു. എന്നിട്ട് ഭൗതികപരമോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം അവർ അതിൽ ഉൾക്കൊള്ളിച്ചു. അതാണ് എന്ത് ഭൗതികവാദപരമായ സമീപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പോരായ്മ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത്. സ്വദേശികൾക്ക് പ്രാധാന്യം, അതായത് കൊളോണിയൽ ചരിത്രം കൂടുതലും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ദേശീയപരമായ ചരിത്രപരമായ കാഴ്ചപ്പാടുകൾ, ദേശീയ നേതാക്കളുടെ പങ്ക്, അതുപോലെ നമ്മുടെ നാട്ടാചാരങ്ങൾ, ഇതൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ആരുടെ ചരിത്രത്തിൽ വന്നിട്ടുള്ളത്, കൊളോണിയൽ ചരിത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. മറ്റൊരു പോയിൻ്റാണ് ആധിപത്യ സംരക്ഷിതം. ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ യൂറോപ്യൻ സംസ്കാരത്തെ ഏറ്റവും മികച്ചതായിട്ടും പുരോഗതി നേടിയതായിട്ടും ചിത്രീകരിക്കുകയും അതേസമയം ഇന്ത്യൻ സമൂഹത്തെ പുരോഗതിയില്ലാത്തതും ഇരുണ്ടതായിട്ടും ചിത്രീകരിക്കുകയും ചെയ്തു. അതാണ് എന്ത്, അതായത് അവരുടെ ആ ആധിപത്യം അത് എടുത്തു കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ പുരോഗതിയില്ലാത്തതായി കണ്ടു എന്നതും യൂറോപ്യൻ സമൂഹത്തെ മികച്ചതായിട്ട് കണ്ടു എന്നുള്ളതാണ് അത് ആധിപത്യ സംരക്ഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു പോയിൻ്റ്, ഇന്ത്യയിലെ സമ്പന്നമായ പാരമ്പര്യങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഗ്രാമീണ ചരിത്രങ്ങൾ, ഭാഗിക രാജവംശങ്ങൾ, അതുപോലെ നാട്ടുവൈദ്യന്മാർ, കൃഷിക്കുള്ള ജ്ഞാനസമ്പത്തുക്കൾ തുടങ്ങിയതൊക്കെ ആരുടെ ചരിത്രരചനയിൽ ഉൾക്കൊണ്ടില്ല. അതുപോലെ മൈക്രോ ചരിത്രങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, സമ്പന്നമായ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളൊന്നും അവരുടെ ചരിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെയായി നമ്മൾ പറഞ്ഞത്, ഭൗതികവാദപരമായ സമീപനം, രണ്ടാമത്തത് ആധിപത്യ സംരക്ഷിതം, പിന്നെ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല, പിന്നെ വിവിധ സമൂഹങ്ങൾ എന്താ പറയുക ഇന്ത്യയിലെ സമ്പന്നപരമായ പാരമ്പര്യങ്ങളെ അവർ അവഗണിച്ചു അല്ലെങ്കിൽ ഉൾക്കൊണ്ടില്ല. പിന്നെ മറ്റൊന്ന്, വിവിധ സമൂഹങ്ങളുടെ സംഭാവനകൾ മറച്ചു വെക്കപ്പെട്ടു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നീചവർഗങ്ങളുടെയും സ്ത്രീകളുടെയും ദളിതരുടെയും മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെയൊക്കെ ചരിത്രപരമായിട്ടുള്ള സംഭാവനകളുണ്ടായിരുന്നു. അതിനെയൊക്കെ അവർ മറച്ചു വെച്ചു എന്നതാണ് മറ്റൊരു പോയിൻ്റ്. അതുപോലെ തന്നെ ഇനിയൊന്ന്, പുതിയ അറിവുകൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല.
തത്സമയ ഗവേഷണങ്ങളും പ്രാദേശിക ഭാഷയിലെ പ്രമാണങ്ങളും അവഗണിച്ച് ഇംഗ്ലീഷ് പ്രമാണങ്ങളെ മാത്രം അവർ ആശ്രയിച്ചു എന്നതാണ് മറ്റൊരു പോരായ്മ. അപ്പോൾ ഇതൊക്കെയാണ് കൊളോണിയൽ ചരിത്രരചനയുടെ പോരായ്മകൾ. കേരളത്തിലെ എന്ന് പറയുമ്പോൾ പലയിടത്തും നമ്മൾ ഇന്ത്യയിലെ പറയാനുണ്ട്. നമുക്ക് അങ്ങനെയാണ് ചില ഏരിയയിലൊക്കെ ചരിത്രരചന കേരളത്തിന് മാത്രമായിട്ട് ചില സംഭവങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമ്മൾ പറയുന്നുള്ളൂ. സ്വദേശി കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പോയിന്റ്. ഭൗതികവാദപരമായ സമീപനം, സ്വദേശികൾക്ക് പ്രാധാന്യം കൊടുത്തില്ല, ആധിപത്യം സംരക്ഷിക്കാൻ ശ്രമിച്ചു, പിന്നെ ഇന്ത്യയിലെ സമ്പന്നമായ പാരമ്പര്യങ്ങളെ അവർ അവഗണിച്ചു, വിവിധ സമൂഹങ്ങളുടെ സംഭാവനകൾ അവർ മറച്ചു വെക്കപ്പെട്ടു, പുതിയ അറിവുകൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായി. ഇതൊക്കെയാണ് കൊളോണിയൽ ചരിത്രരചനയുടെ പോരായ്മകളായിട്ട് വരുന്നത്. ഇനി നമുക്കിതിൽ വരുന്നത് 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥവരി പാരമ്പര്യത്തിൻ്റെ സ്വഭാവമാണ്. ഗ്രന്ഥവരികളെക്കുറിച്ച് കേട്ടോ. സംസ്കൃതം മുതൽ ജനഭാഷയിലേക്കുള്ള ഒരു മാറ്റമാണ് അതിൻ്റെ സ്വഭാവത്തിൽ ഒന്നാമത്തത്. അതായത് മുൻകാലങ്ങളിൽ ഗ്രന്ഥവരി പാരമ്പര്യം സംസ്കൃതത്തിലും അതുപോലെ വലിയ ഭാഗം പാഴ്സിയിലുമാണ് രചിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ അത് എഴുതി തുടങ്ങിയെന്നുമല്ല, എഴുതിയത് ശക്തമായി എഴുത്ത് നടത്തുകയും ചെയ്തു. ഇത് വായനക്കാരുടെ വിഹിതം വർദ്ധിപ്പിച്ചു, അതായത് വായനക്കാരുടെ എണ്ണം കൂട്ടി. പിന്നെ മറ്റൊന്ന്, പൗരോഹിത്യത്തിന് വിരുദ്ധമായൊരു പ്രവണതയുണ്ടായി എന്നുള്ളതാണ്. അതായത് പുതിയ ഗ്രന്ഥങ്ങളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ സാമൂഹ്യ വ്യവസ്ഥയെ വിമർശിക്കാനും ആളുകൾ തയ്യാറായി. മതപരമായ കെട്ടുപടലുകൾക്ക്, അതായത് മതപരമായ കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന കൃതികൾ ഈ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ രചിക്കപ്പെട്ടു. പിന്നെ മറ്റൊരു പോയിന്റ്, സാമൂഹ്യ പരിഷ്കരണ വികാരമാണ്. ഗ്രന്ഥവരി പാരമ്പര്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊപ്പം വളർന്നു വന്നു. അവിടെ എന്താണ്, ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അനുഭവങ്ങൾ, സന്ദേശങ്ങൾ, ആശയങ്ങൾ എന്നിവയൊക്കെ ഗ്രന്ഥവരികളിലൂടെ പടർന്നു പിടിച്ചു. ഇനി അതിന് മറ്റൊരു പ്രത്യേകത, വിദേശ പഠന ചിന്താഗതികളുടെ സ്വാധീനമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസവും പ്രിൻറ്റിംഗ് ടെക്നോളജിയും ഒക്കെ പരിചയപ്പെട്ടതോടു കൂടിയിട്ട് യൂറോപ്യൻ ചിന്തകളും പ്രശ്നപരിശോധനയും മലയാള ഗ്രന്ഥവരിയിൽ കൂടി പ്രതിഫലിക്കാൻ തുടങ്ങി. അതായത് മലയാള ഗ്രന്ഥവരിയിൽ കൂടി അവ കാണാൻ തുടങ്ങി. ചരിത്രവും തത്വചിന്തയും സമകാലീന രീതിയിൽ എഴുതപ്പെടാനും തുടങ്ങി. മറ്റൊന്ന്, പുനരാഖ്യാനങ്ങൾക്കും വിവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിച്ചു എന്നുള്ളത്. ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും പുനരാഖ്യാനങ്ങൾ, സംവേദനാത്മകമായ വിവർത്തനങ്ങൾ, ഇംഗ്ലീഷ് സംസ്കൃത ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തുടങ്ങി വായനക്കാരെ അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഗ്രന്ഥവരികൾക്ക് സാധിച്ചു. പിന്നെ സ്ത്രീകളുടെയും ശൂദ്രൻ്റെയും കാഴ്ചപ്പാടുകളിൽ ഇടപെടുന്നു എന്നുള്ളത്. അതായത് പുതിയ എഴുത്തുകാർ ചിട്ടയായ ദളിത് സ്ത്രീ പ്രഭാഷണങ്ങൾ ഈ ഘട്ടത്തിൽ കൊണ്ടുവരാനൊരു ശ്രമം നടത്തി. ഇങ്ങനെ ഗ്രന്ഥവരി പാരമ്പര്യം കൂടുതൽ സമരാവേശപരമാകാനുള്ളൊരു തുടക്കം കുറിച്ചു. ഇനി ഇത് നമ്മളോട് ചോദിക്കുക, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൻ്റെ പ്രാധാന്യമാണ്. അതായത് അങ്ങനെ ചോദിക്കുക, നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, മലബാർ മാനുവലിൻ്റെ പ്രാധാന്യമാണ് കേട്ടോ. അപ്പം മലബാർ മാനുവലിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ബൃഹത്തായ ഒരു വിവര സംഗ്രഹമാണത്. ലോകന് ചരിത്രം, ഭൂമിശാസ്ത്രം, ജാതി വ്യവസ്ഥ, കൃഷി, ഭൂപരിഷ്കാരങ്ങൾ, ആദായ നികുതികൾ, മതപരമായിട്ടുള്ള സംവിധാനങ്ങൾ, ഭാഷ, ജലസേചന സംവിധാനം തുടങ്ങിയ മേഖലകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എൻസൈക്ലോപീഡിയ പോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, മലബാർ മാനുവൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തത്, ഭാരതീയ ചരിത്രത്തെക്കാളും ബ്രിട്ടീഷ് ഭരണത്തിനായുള്ള ഉദ്ദേശം. അതാണ് എന്ന് വെച്ചാൽ മലബാർ മാനുവലിൻ്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഭരണത്തിൽ സഹായിക്കുക എന്നതാണ്. ആരാണ് തയ്യാറാക്കിയത്? വില്യം ലോഗനാണ്, ബ്രിട്ടീഷുകാരനാണ് അല്ലേ, സഹായിക്കുക എന്ന്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, വിവരശേഖരണം സാമൂതിരിമാർ മുതൽ മാപ്പിള കലാപങ്ങൾ വരെയുള്ളതൊക്കെ ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ എന്താ പറയുക നിയന്ത്രണം നേടാനുള്ള മാർഗരേഖയായിട്ട് മാറി. അങ്ങനെ ഒരു വശവും കൂടിയുണ്ട് കേട്ടോ. മൂന്നാമത്തത്, ഭൂരേഖകളും വിവരങ്ങളും ശേഖരിക്കുന്നതിന് ഇത് അടിസ്ഥാനമായി. മലബാർ മാനുവൽ ഒരു അടിസ്ഥാനമായി. മലബാർ മേഖലയുടെ ഭൂപടങ്ങൾ, സ്ഥലം, അതുപോലെ അടിസ്ഥാന വിവരങ്ങൾ എന്നിവ ആദായ നികുതി നിശ്ചയിക്കാൻ പോലും ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഭൂരേഖ സംവിധാനം രൂപപ്പെടുത്തുന്നതിനും അതിനകം നിലനിന്നിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭൂസമ്പർക്കങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് ഉപകാരപ്പെട്ടു. പിന്നെ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യസ്ഥിതി മനസ്സിലാക്കാൻ മലബാർ മാനുവൽ സഹായിച്ചു എന്നുള്ളതാണ്. അതായത് മലബാറിലെ ജാതി വ്യവസ്ഥ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ജീവിത രീതി, സാമ്പത്തിക നില തുടങ്ങിയവ ലോഗൻ വളരെ വിശദമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തിയിരുന്നു. പലപ്പോഴും ബ്രിട്ടീഷ് ശാസ്ത്രീയ ദൃഷ്ടികോണിൽ ജാതികളെ ഗതികെട്ടതായി വിവരണ രീതിയിൽ ചിത്രീകരിക്കാനും ലോഗൻ ശ്രമിക്കുകയും പഠനാർത്ഥം അതെല്ലാം അത്യന്തം വിലപ്പെട്ടതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇനി മാപ്പിള കലാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് അതിൽ. അതാണ് അടുത്തത് വരുന്നത്. ലോഗൻ്റെ കൃതിയിൽ മാപ്പിള കലാപങ്ങൾ മതപരമായ കലാപങ്ങളായിരുന്നില്ലെന്നും അത് ഭൂസമ്പർക്കത്തിലെ അധിനിവേശത്തോടുള്ള അധികൃതരോടുള്ള പ്രതികരണമാണെന്നുമാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. ലോഗൻ ഒരു തത്വപരമായ ഭരണാധികാരിയായും നിരീക്ഷകനായും അവതരിപ്പിക്കുന്നതിനും ഇടവരുത്തിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ പറഞ്ഞ എന്താണ് മലബാർ മാനുവലിൻ്റെ പ്രാധാന്യങ്ങളാണ്. ഇനി അതിന് ചില പരിമിതികളുണ്ട്. മലബാർ മാനുവലിന് ചില പോരായ്മകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലോഗൻ്റെ കാഴ്ചപ്പാട് ബ്രിട്ടീഷ് ഭരണത്തെയും ഭരണകൂടത്തെയും അതായത് കേന്ദ്രസ്ഥാനത്ത് നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ്, പല സാമൂഹ്യ സമുദായങ്ങളെയും പാശ്ചാത്യന്മാർ എന്ന രീതിയിലാണ് അതിൽ വിവരിച്ചിരുന്നത്. അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ അല്ലെങ്കിൽ നാട്ടുജനങ്ങളുടെ സ്വതന്ത്രമായ ആശയങ്ങൾക്കോ ശബ്ദങ്ങൾക്കോ അതിൽ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. അതായത് സ്വദേശികൾക്ക് അതിൽ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ചുരുക്കി പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് മലബാർ മാനുവലിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ പരിമിതികൾ, ലിമിറ്റേഷൻസ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ കേട്ടോ. ഇനി നമുക്ക് ബുക്കാനൻ, വാർഡ്, കോണർ തുടങ്ങിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ നടത്തിയ സർവേ റിപ്പോർട്ടുകൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ പറയും, ബുക്കാനൻ, വാർഡ്, കോണർ തുടങ്ങിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ 18-19 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നടത്തിയ സർവേകൾ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായിരുന്നു. അവ ഇന്ന് ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്ര ഗവേഷണത്തിനും സാമൂഹിക സാമ്പത്തിക വിവേചനങ്ങൾക്കും അപൂർവമായ രേഖയായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് അന്ന് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സർവേ റിപ്പോർട്ടായിട്ട് തയ്യാറാക്കിയതാണെങ്കിലും പിന്നീട് നമുക്ക് ചരിത്രപരമായ ഒരു രേഖയായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇനി എന്തൊക്കെയാണ് അതിലെ പ്രധാന കാര്യങ്ങൾ നോക്കുക നമുക്ക്. ഒന്ന്, ഫ്രാൻസിസ് ബുക്കാനൻ്റെ യാത്രാവിവരണങ്ങൾ നോക്കാം. ബുക്കാനൻ 1800-1801 കാലഘട്ടത്തിൽ തെക്കൻ ഇന്ത്യയിലുടനീളമുള്ള യാത്രകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭക്ഷ്യോൽപാദനം, കൃഷിരീതി, ജാതി വ്യവസ്ഥ, ജനസംഖ്യ, ഉപജീവന മാർഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരം അദ്ദേഹം അതിൽ നൽകിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ നൽകിയിട്ടുമുണ്ട്. കേരളത്തിലെ കിഴക്കൻ മലഞ്ചെരിവ് പ്രദേശങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, കൃഷി ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്, വനവിഭവങ്ങൾ മുതലായവ അദ്ദേഹം അവിടുത്തെ വനവിഭവങ്ങൾ മുതലായവ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗ്രോ ബയോളജിക്കൽ സംസ്കാരത്തെക്കുറിച്ചുള്ള ആദ്യകാല കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ യാത്രാ അന്വേഷണങ്ങൾ എന്ന ഗ്രന്ഥം നമുക്ക് നൽകുന്നുമുണ്ട്. ഇനി വാർഡ്, കോർണർ സർവേ. തിരുവിതാംകൂറിൻ്റെ ഭൂപടം, ജനസംഖ്യ, ഭൂമി ഉപയോഗം, ജാതി വ്യവസ്ഥ, മതവിഭജനങ്ങൾ തുടങ്ങിയവ രേഖപ്പെടുത്തിയ ആദ്യത്തെ സമഗ്ര സർവേയാണ് വാർഡ്, കോർണർ സർവേ എന്ന് പറയുന്നത്. അതായത് രണ്ടാളുകളുടെ സർവേ. ഗണിതപരമായി കൃത്യമായ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവേയാണത്. പ്രത്യേകിച്ച് ജാതികൾക്ക് ലഭ്യമായ ഭൂസമ്പത്ത്, അവരുടെ തൊഴിലവസരങ്ങൾ, ആദായ നിരക്ക് തുടങ്ങിയവ തെളിവുകളുമായിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിൽ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ സർവേ നമ്മെ സഹായിക്കുന്നു. ഇനി ഭൂനികുതിയും പട്ടയ സർവേകളും. അതായത് ഓരോരുത്തരുടെ ബാധ്യതകൾ, കർഷകാവകാശം സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും പട്ടയ നിയമങ്ങളുടെ പരിഷ്കാരങ്ങളുടെയും തുടക്കങ്ങൾക്കുമൊക്കെ കാരണമായത് ഈ ഭൂനികുതിയും പട്ടയ സർവേകളുമാണ്. അപ്പോൾ ഈ സർവേകൾ പുനരാലോചനയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇടനിലക്കാർ, അതുപോലെ വലിയാർമാക്കാർ, കളംപാടിയാളികൾ തുടങ്ങിയ ശൃംഖലകൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടി ഈ സർവേ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ മാനവശേഷി വികസനം, തൊഴിൽ വിഭജനം, സാംസ്കാരിക വ്യത്യാസങ്ങൾ, ഇതൊന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവും. നോക്കുക, വിവിധ സമുദായ വിഭാഗങ്ങൾ ഏത് തൊഴിലുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ ഇതുവഴി മാനവശേഷി വികസനം, തൊഴിൽ വിഭജനം, സാംസ്കാരിക വ്യത്യാസ സർവേകളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. തീയതികൾ, പിന്നെ അതിലുള്ള ജാതികൾ പറയുമ്പോൾ ഈഴവർ, പിന്നെ പറയർ, നായർ, നമ്പൂതിരി, തീയർ തുടങ്ങിയ ജാതികൾക്ക് ലഭ്യമായ തൊഴിൽ, അതുപോലെ അവർക്ക് ലഭ്യമായ ഭൂമി, വിദ്യാഭ്യാസം തുടങ്ങിയവയുടെ വ്യത്യാസം ഇന്ന് സാമൂഹ്യ വൈവിധ്യങ്ങളും വിവേചനങ്ങളും വിശകലനം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു രേഖ കൂടിയാണ്. ഇതൊക്കെയാണ് പട്ടയങ്ങളുടെയും സർവേ റിപ്പോർട്ടുകളുടെയൊക്കെ പ്രാധാന്യം. ഇനി എഡ്വേർഡ് തസ്റ്റൺ, L.A. കൃഷ്ണയ്യർ, L.K. അനന്തകൃഷ്ണയ്യർ എന്നിവയുടെ ദക്ഷിണേന്ത്യയിലെ ജാതിയുടെയും ഗോത്രങ്ങളുടെയും ചരിത്രരചനയ്ക്ക് നരവംശാസ്ത്രപരമായ പഠനങ്ങൾ നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. അതിൽ എഡ്ഗർ തസ്റ്റനെ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ 7 വാല്യങ്ങളായിട്ട് അദ്ദേഹം രചിച്ചതാണ്. എന്താണ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയിലെ ജാതിയും ഗോത്രങ്ങളും ഉണ്ട്. അത് 7 വാല്യങ്ങളുള്ള ഒരു വൻകൃതിയാണ്. 1909 അത് പ്രസിദ്ധീകരിച്ചത്.
വൺ വേർഡ് ചോദിക്കുക കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായി ജനസംഖ്യ തരംതിരിക്കാൻ വേണ്ടിയുള്ള നരവംശാസ്ത്ര പഠനമായിരുന്നു ഇത് ഈ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് സൗത്ത് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ശാരീരിക സ്വഭാവങ്ങൾ, തൊലിയുടെ നിറം, തലയുടെ വലിപ്പം, കായിക ഘടന തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ജാതികളെ അദ്ദേഹം വർഗീകരിച്ചു. ജൈവനിർണ്ണയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ പ്രധാനമായിരുന്നു. യൂറോപ്യൻ നരവംശ മാതൃക അദ്ദേഹം പിന്തുടർന്നിട്ടാണ് ഇന്ത്യയിലെ നരവംശ മാതൃക അവതരിപ്പിച്ചത്. ജാതികളെ വൈജ്ഞാനികമായിട്ട് പഠിക്കാനുള്ള ശ്രമം എന്നതിനേക്കാൾ അദ്ദേഹം അധികം ആധികാരികമായി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ജനവിഭാഗങ്ങളിലെ ആന്തരിക സാമൂഹ്യ വ്യവസ്ഥകളും സംസ്കാരപരമായ സങ്കീർണതകളും അവഗണിച്ചു എന്നതും യാഥാസ്ഥിതിക ജാതി വ്യവസ്ഥയെ പ്രകൃതിദത്തം എന്ന നിലയിൽ അംഗീകരിച്ചു എന്നതും അദ്ദേഹത്തിൻ്റെ പരിമിതികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി L.A. കൃഷ്ണയ്യർ ചോദിച്ചു നമ്മളോട് അല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണിത് ദ ട്രാവൻകൂർ ട്രൈബ്സ് ആൻഡ് കാസ്റ്റസ്, തിരുവിതാംകൂറിലെ ജാതിയും ഗോത്രങ്ങളും. 1909 1912 കാലഘട്ടത്തിനിടയിലാണ് അത് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ കൃതിയിലൂടെ തിരുവിതാംകൂറിലെ, അതായത് ഇന്നത്തെ തിരുവനന്തപുരത്തെ ആദിവാസി സമൂഹങ്ങളെയും ജാതികളെയും വിശദമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. ആദിവാസികളുടെ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം സഹാനുഭൂതിയോടെയും സാംസ്കാരിക താല്പര്യത്തോടെയും സമീപിച്ചു. സംവേദനാത്മക ആന്തരിക സമീപന രീതിശാസ്ത്രമാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഒരു ഇന്ത്യൻ പണ്ഡിതൻ ആയതുകൊണ്ട് തന്നെ നരവംശാസ്ത്രത്തെക്കാൾ സഹന ഭാവമുള്ള സാംസ്കാരിക ആഴമുള്ള, അതായത് സ്വന്തം രാജ്യത്തെ സംസ്കാരത്തോടുള്ള ഒരു ആഴമുള്ള കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉണ്ടായിരുന്നത്. സംസ്കൃതവും പ്രാദേശിക ഭാഷകളും ഉപയോഗിച്ച് പ്രാഥമിക ഉറവിടങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. ഇനി L.K. അനന്തകൃഷ്ണയ്യർ, അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച്. കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് കൊച്ചിനാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കേട്ടോ. അതൊക്കെ വൺ വേർഡ് വരുന്നതിനാണ് അങ്ങനെ. കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് കൊച്ചിൻ, കൊച്ചിയിലെ ജാതി ഗോത്രങ്ങളെക്കുറിച്ച്. 1909 1912 കാലഘട്ടത്തിൽ തന്നെയാണത് പ്രസിദ്ധീകരിച്ചത്. മറ്റൊരു ഗ്രന്ഥമാണ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് ട്രാവൻകൂർ, 1930-35 കാലയളവിൽ പ്രസിദ്ധീകരിച്ചത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൃതികൾ, അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട സംഭാവനകളും. കേരളത്തിലെ ജാതികളുടെയും ഗോത്രസംഘങ്ങളുടെയും ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, കഥകൾ, ആഘോഷങ്ങൾ എന്നിവ അദ്ദേഹം ആ കൃതികളിലൂടെ നമുക്ക് പകർന്നു നൽകി. സാംസ്കാരിക നരവംശാസ്ത്രം എന്ന സമീപനം അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. ജാതികളെ ശരീരഘടനയിലല്ല, അവരുടെ ജീവിത രീതികളിലും സാംസ്കാരിക വൈവിധ്യങ്ങളും അടിസ്ഥാനമാക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത. സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ദിശയിൽ ഇവരെ പുനർവായന ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2ാമത്തെ യൂണിറ്റിൽ വരുന്നത്. വിവിധ വ്യക്തികളെക്കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളിലെ സമീപന രീതികളെക്കുറിച്ചൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഈ കേരള ചരിത്രം എന്ന് പറയുമ്പോൾ കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നും, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അതെന്നും മനസ്സിൽ ഓർമ്മയിലുണ്ടാവും. നല്ല സീരിയസ് ആയിട്ട് വായിച്ച് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് ഒഴിവാക്കാം എന്ന് വിചാരിച്ച് പഠിക്കരുത്. ഓക്കെ, താങ്ക്സ്.